1915 സൈഫോ വംശീയ കൂട്ടക്കൊല നടന്നത്. 110 വർഷം തികഞ്ഞു. അന്ന് 15 ലക്ഷം അർമേനിയർ കൊല്ലപ്പെട്ടു. ആ കൂട്ടക്കൊലയെ മറച്ചു പിടിക്കേണ്ടത് തുർക്കി സർക്കാരിന്റെ ആവശ്യമായിരുന്നു. അതിനായി അങ്കാറ സർക്കാർ കുറെ ഏജന്റുമാരെ കൂലിക്ക് നിയോഗിച്ചു. അങ്ങനെ പ്രതിമാസം 5000 ലിറയ്ക്ക് സർക്കാരിന്റെ ഏജന്റായി പണിയെടുത്ത വ്യക്തിയാണ് ഏലിയാസ് മൂന്നാമൻ. ഇക്കാര്യം സിറിയൻ ഓർത്തഡോക്സ് സഭാംഗം തന്നെയായ യുജിൻ കുർട്ട് എഴുതിയ ഒരു പുസ്തകത്തിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, ആ സംഭവം സത്യമാണെന്ന് ആ എഴുത്തുകാരൻ നേരിട്ട് പറഞ്ഞിട്ടുള്ളതുമാണ്. കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ തുർക്കി സർക്കാർ ഏലിയാസ് മൂന്നാമനുമായി നീരസത്തിലുമായി. ജീവൻ രക്ഷാർത്ഥം ഏലിയാസ് മൂന്നാമൻ ബ്രിട്ടീഷ് മാൻഡേറ്റിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഹൃദ്രോഗിയായ അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് വിസ കൊടുക്കാൻ ബ്രിട്ടീഷ് മാൻഡേറ്റ് അധികൃതർ വിസമ്മതിച്ചു. പലതരം ശുപാർശകളെ തുടർന്ന് അവസാനം ഏലിയാസ് മൂന്നാമൻ ഇന്ത്യയിലേക്ക് വിസ നൽകി. ഇന്ത്യയിലെ സഭയിലെ ഭിന്നത തീർക്കാൻ വേണ്ടിയാണ് ഏലിയാസ് മൂന്നാമൻ തുർക്കി വിട്ടത് എന്നൊരു ഭാഷ്യമുണ്ട്. എന്നാൽ സ്വന്തം ജീവൻ രക്ഷിക്കാനായി ഇന്ത്യയിലേക്ക് കടക്കുകയായിരുന്നു. മലങ്കരയിൽ സമാധാന സംസ്ഥാപനത്തിനായി ബ്രിട്ടീഷ് വൈസ്രോയി ഇർവിൻ പ്രഭു ക്ഷണിച്ചു വരുത്തിയെന്ന കെട്ടുകഥ പാത്രിയാർക്ക ഭക്തർ അടിച്ചുവിടുന്നുണ്ട്. ഇതേ ഇർവിൻ പ്രഭു തിരുവനന്തപുരത്ത് വന്ന സെന്റ് ജോർജ് പള്ളിയിൽ പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി 1923 സെപ്റ്റംബറിൽ മർദിനിൽ ചെന്ന് സഭയിൽ സമാധാനം ഉണ്ടാക്കണമെന്നും താൻ സ്ഥാനത്യാഗം ചെയ്ത് ദയറായിൽ ഇരുന്ന് കൊള്ളാമെന്ന് പറഞ്ഞ് ഏലിയാസ് മൂന്നാമന്റെ കാലിൽ വീണ് അപേക്ഷിച്ചപ്പോൾ ഏലിയാസ് മൂന്നാമൻ വട്ടശ്ശേരി തിരുമേനിയെ കാൽ പൊക്കി മുഖത്ത് തൊഴിക്കുകയാണ് ഉണ്ടായത്. ഈ ഏലിയാസ് മൂന്നാമനെയാണ് വിക്ടർ സമാധാന പ്രഭു എന്ന് വാഴ്ത്തുന്നത്. പക്ഷേ ഇദ്ദേഹം ഇന്ത്യയിൽ മാത്രം പ്രാദേശിക പരിശുദ്ധനാണ്, സിറിയയിൽ ബാധകമല്ല. ടാർട്ടാർ, കൂണ, ചെങ്കിസ് ഖാൻ, രക്തം സിരകളിൽ ഒഴുകുന്ന അറബിയിൽ നിന്നും ഇത്തരം കിരാത പ്രവർത്തികൾ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. വികടർ അറബികളുടെ ചെമ്പൊഴുക്കാൻ നിറത്തിൽ ഭ്രമിച്ച് അവരെ ആരാധിക്കുന്നതിനപ്പുറം പാത്രിയാർക്കീസിന് മലങ്കരയിൽ ഒരധികാരവും ഇല്ല എന്നതാണ് ചരിത്ര സത്യം. ഇത് മനസ്സിലാക്കാതെ വരുന്ന അറബികൾക്ക് പരിശുദ്ധി നൽകുന്നത് വികടന്മാരുടെ അപകർഷതാ ബോധം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇത് തുറന്നു പറഞ്ഞാൽ ദൈവകോപം ഉണ്ടാകുമെന്ന് ഈ പാവങ്ങൾ ഭയക്കുന്നു.